ഒഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ തുടരുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണു ഞാൻ കഴിഞ്ഞു പോയ കാലം കാട്ടിനക്കരെ ഒഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ എല്ലാവിധ ആശംസകളും. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി 89-90 സൗഹൃദ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട കൂട്ടുകാരി ശ്രീമതി പ്രിയ രത്നമ്മയെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളു.
നാമത്തിൽ അറിയപ്പെടുന്ന സ്നേഹസമ്പന്നനായ സഹപാഠി ശ്രീ റെജിമോൻ ആന്റണി, പുസ്തക പ്രകാശനം നടത്തിയ ശ്രീ സജി മധ്യാസ, പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ സാബു വാഴക്കൂട്ടത്തിൽ, കൂടാതെ ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ സ്നേഹനിധികളായ വീട്ടുകാരെ, അവരുടെ കുടുംബാംഗങ്ങളെ, പ്രവാസി കൂട്ടുകാരെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം. ഗുരു ശിഷ്യ ബന്ധം നിലനിർത്തിക്കൊണ്ട് 1989-90 ബാച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് 46 നിറഞ്ഞു നിൽക്കുന്ന ഈ വേളയിൽ ഒരു കൂട്ടം കവിതാ സമാഹാരങ്ങളുമായി, അതായത് ഹൃദയത്തെ തൊട്ടുനോക്കുന്ന അല്ലെങ്കിൽ ജീവൻ കുടിക്കുന്ന ഒരു കൂട്ടം കവിതാ സമാഹാരങ്ങൾ നമ്മുടെ നാടിന് സമർപ്പിച്ച എൻ്റെ പ്രിയ കൂട്ടുകാരൻ ശ്രീ തോമസ് മേഡലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകം വിൽക്കുന്നതിനായി അല്ലെങ്കിൽ വാങ്ങുന്നതിനായി നമ്മൾ കാണിക്കുന്ന ആ ഉത്സാഹം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തോമസ് ഗാന്ധിയുടെ നാവ് എന്ന പുസ്തകം ഏറ്റുവാങ്ങണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. കൂടാതെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ദയ എന്ന സ്വയം സഹായ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ദയയുടെ തുടർന്നുള്ള പ്രവർത്തനത്തിനായി എൻ്റെ സഹപാഠികൾ എല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി സഹകരിച്ച് ദയയെ ഏറ്റവും വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്നത്തെ ഈ വേളയിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഒരു അന്യ നിമിഷമായി ഞാൻ കണക്കാക്കുന്നു. 30 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഗുരുക്കന്മാരെ ആദരിക്കുവാനും സഹപാഠികളെ കാണുവാനും പറ്റിയ ഈ അവസരം വലിയ ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കാണുന്നു. എല്ലാ സഹപാഠികൾക്കും ഗുരുക്കന്മാർക്കും എല്ലാവർക്കും ആരോഗ്യ സമ്പത്ത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം വിജയദശമി നാളിൽ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി. 89-90 സൗഹൃദ കൂട്ടായ്മയിലെ പ്രവാസി സുഹൃത്തായ ശ്രീ ദേവസ്യ ജോസഫിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സമയം ഒത്തിരിയായത് കാരണം ഞാൻ ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല. നമ്മുടെ തോമസ് മാതിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ ബാച്ചിലെ ഏറ്റവും നല്ല ഒരു സ്റ്റുഡൻ്റാണ്. അവൻ്റെ ഒരു കവിതാ സമാഹാരത്തിന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും പോലും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ വളരെ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇത് തോമസ് മാത്യുവിൻ്റെ ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനിയും കൂടുതൽ നല്ല നല്ല പുസ്തകങ്ങൾ അവനിൽ നിന്നുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഈ ദയ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവർ ഉദ്ദേശിക്കുന്ന രീതി അതിന് മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രവർത്തിക്കാനായിട്ടും പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിലുള്ള മറ്റു കഴിവുള്ള ആൾക്കാർക്ക് ഇത് തോമസ് മാത്യുവിന് പ്രചോദനം കൊടുക്കട്ടെ, അത് മറ്റുള്ളവരെല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ഈ പരിപാടിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ അഭിപ്രായങ്ങൾ ആരായുകയും നിർദ്ദേശങ്ങൾ തരികയും ചെയ്ത പ്രിയ സതീർത്ഥ്യൻ സജികുമാർ കെയാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ട തോമസ് മാത്യുവിൻ്റെ നാവ് എന്ന കവിതാ പ്രകാശനം ഇവിടെ വളരെ സന്തോഷകരമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിച്ചതിൽ വളരെ ഭംഗിയായി ഈ ചർച്ചയുടെ നടത്തുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ആത്മാർത്ഥമായി സഹകരിച്ചു. എല്ലാവർക്കും അതിൻ്റെ ഭാഗമായിട്ട് ഒരു നന്ദി പറയുകയാണ്. തോമസ് മാത്യുവിൻ്റെ നാവ് എന്ന കവിത സത്യം പറഞ്ഞാൽ പിന്നെ ഇന്നിപ്പോൾ നമ്മുടെ നാവുകൾ ഇല്ലായെന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ നമ്മുടെ നാവുകൾ വാട്സപ്പുകളും ഫേസ്ബുക്കിലും മാത്രമാണ്.
ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും കൂടെ ആണെങ്കിലും 89-90 കാലഘട്ടത്തിൽ ഏതാണ്ട് 30 വർഷത്തോളം കഴിഞ്ഞ ഈ അവസരത്തിൽ ഇതിനെ കൂട്ടി യോജിപ്പിച്ചത് സത്യം പറഞ്ഞാൽ 2020 കോവിഡ് കാലഘട്ടമായിരുന്നു. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഒരു 3 മാസം ലോക്ക്ഡൗൺ വന്നപ്പോൾ വെറുതെ വാട്സപ്പ് നോക്കി പഴയ കൂട്ടുകാരെയൊക്കെ തപ്പിയെടുത്തു. അങ്ങനെ കൂട്ടുകാരുടെ ആശയം ഇന്നിപ്പോൾ ഒരു വൻവിജയം പറയുന്നില്ല എങ്കിലും ഞങ്ങൾ ഇതുവരെ നടത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല വിജയത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് എൻ്റെ പ്രിയ സഹൃദയൻ തോമസ് മാത്യുവിന്റെ ടെൻഷൻ പറയുകയാണെങ്കിൽ സാറ് ഇവിടെ ചന്ദ്രൻ സാറ് നമ്മുടെ പ്രിയപ്പെട്ട സാറ് പറഞ്ഞ പോലെ തോമസ് മാത്യു ഒരു 10 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയുടെ അവസ്ഥയിലായിരുന്നു തോമസ് മാത്യുവിന്റെ പറയാം. രാവിലെ 6 മണിക്ക് ഏത് കാര്യങ്ങളും അഭിപ്രായം തോമസ് മാത്യുവിന്റെ ടെൻഷനുകളും കാര്യങ്ങളെല്ലാം ഇന്ന് വളരെ വളരെ വിജയകരമായി മംഗളകരമായിട്ട് തീർന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിന് തോമസ് മാത്യുവിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും വളരെയധികം ചരിതാർത്ഥമുണ്ട്. തോമസ് മാത്യുവിന്റെ ഈ നാവ് എന്ന ഈ കവിതാ പ്രകാശനത്തോട് അനുബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് പ്രിയപ്പെട്ട തോമസ് മാത്യു പറഞ്ഞത് ഇതിൽ നിന്നും ഒരു ലാഭവിഹിതവും തോമസ് മാത്യു പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ നാവ് എന്ന പുസ്തകം ഈ കവിത പ്രകാശനം കഴിഞ്ഞ് അതിൽ വീട്ടിലിടുന്ന തുക ഒരു ചാരിറ്റി സൊസൈറ്റിയായിട്ട് ഞങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ മൂലമാലകളും ഒക്കെ ഭയങ്കരമായ ആയതുകൊണ്ട് അത് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഒരു സ്വയം സഹായ സംഘമായിട്ടാണ് ഞങ്ങളത് രൂപീകരിച്ചത്. അതിൽ ദയ എന്ന പേരിൽ ഞങ്ങളൊരു ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് എടുത്ത് അതിൽ അംഗമായിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൽ നിന്ന് വിറ്റിടുന്ന തുക ഈ ദയ എന്ന ഈ സ്വയം സഹായ സംഘത്തിലേക്കാണ് ഞങ്ങൾ ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിലെ നമ്മുടെ ഗ്രൂപ്പിലുള്ളതല്ല, നമ്മുടെ സമൂഹത്തിലെ അർഹരായ എല്ലാവർക്കും അതിൽ രാഷ്ട്രീയമോ ജാതിയോ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. ഈ സമൂഹത്തിൽ അർഹരായിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ചെറിയ കൈത്താൻ എന്ന രീതിയിൽ മാത്രമാണ് ഞങ്ങൾ ഈ ജയ എന്ന ഒരു സ്വയം സഹായ സംഘം ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ഈ ഞാൻ പറഞ്ഞത് ഈ കവിത പ്രകാശനം പരമാവധി കോപ്പികൾ വിറ്റ് ഈ ജയ എന്ന സ്വയം സഹായ സംഘത്തെ നിങ്ങൾ ആത്മാർത്ഥമായി അത് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തോമസ് മാത്യുവിന്റെ കവിതകൾ എനിക്ക് കവിതയെപ്പറ്റി വലിയ വ്യാഖ്യാനം ഇല്ലെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും എല്ലാം വേണ്ടുന്ന വിധത്തിലുള്ള ഒരു താക്കീത് എന്ന നിലയിൽ തന്നെ തോമസ് മാത്യുവിന്റെ കവിതകൾ എങ്കിലും സജീന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ഒരു ആത്മീയത ആ കവിതകളെല്ലാം തോമസ് മാത്യുവിനുണ്ട്. അത് തോമസ് മാത്യു സ്കൂളിൽ പഠിക്കുന്നത് ഞങ്ങളെല്ലാം ഒരു പദ്ധതിയിലെ ക്ലാസ് ഒരു മുറിയിൽ പഠിച്ചവരാണ്. അന്നും തോമസ് മാത്യുവിന്റെ പെരുമാറ്റമൊക്കെ അന്നും ആത്മീയതയുള്ള ആളായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ ആവട്ടെ, അത് ദീർഘകാലം അങ്ങനെ തന്നെ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയ സഹൃദയന് ഈ ഒരു പ്രകാശന ചടങ്ങിൽ ഞങ്ങൾക്ക് ഇത്രയും ഒരു അവസരം ഞങ്ങളുടെ 89-90 പാട്ടുകാരെ എല്ലാം ഒരുമിച്ചത് കാണുവാനും എല്ലാവരും സൗഹൃദം പുതുക്കുവാനും അവസരം ഉണ്ടാക്കി തന്നത്. കൂടാതെ ഈ പ്രകാശന ഘട്ടത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും അർപ്പിക്കുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നത് ഈ പുസ്തകം കഴിയുന്ന അത്രയും കൂട്ടുകാർ ഈ പുസ്തകം വിറ്റ് തരണമെന്നാണ് പ്രധാനപ്പെട്ട പറയാനുള്ളത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും 19 വർഷങ്ങൾക്ക് ശേഷം കാണുവാൻ ഈ ഒരു ചടങ്ങ് വളരെ മനോഹരമായി തീർക്കുവാൻ പിന്നെ ഞങ്ങളെ എപ്പോഴും ഞങ്ങളുടെ ന്യൂജനായ ഞങ്ങളുടെ സാറിനെ ഒന്ന് കാണുവാനോ ഇപ്പൊ ഞാനാണെന്ന് പറയാറുള്ളത് സുനി നമുക്ക് 40 സാറിന് ഒന്ന് പറയാം. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെ സാറിനെയൊക്കെ ഞങ്ങൾ കാണുന്നതൊക്കെ വളരെ കേട്ടിട്ടൊക്കെയാണ്. എങ്കിലും ഇന്ന് ആ സാറിനെ നേരിട്ട് കാണുവാൻ നമ്മളെല്ലാം ഒത്തുകൂടി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി തന്നെ ഈ കാര്യങ്ങൾ നടത്തുവാൻ നൽകിയ ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസയും എൻ്റെ പ്രിയപ്പെട്ട തോമസ് മാത്യുവിനും ഈ ബാധ്യതകളും എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിക്കുന്നതിനായി 89-90 സൗഹൃദ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തോമസ് വർഗീസ് മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ബാനർ, പോസ്റ്റർ, നോട്ടീസ് എല്ലാം ഇത്രയും ഭംഗിയായി ചെയ്തു തന്ന നമ്മുടെ വർഗീസ് മാത്യുവിനെ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
തോമസ്മാരെ കുറിച്ച് ഏതാണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ കൂടിയപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ പ്രസംഗങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ സ്കൂൾ ജീവിതം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ഒരു ജീവിതത്തിലേക്ക് കുറച്ച് നിമിഷം നമ്മളെ കൊണ്ടെത്തിച്ച ഒരു നിമിഷമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. തോമസ്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ തൊട്ട് ആ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഒരേ ഡിവിഷനിൽ ഒരേ ബെഞ്ചിൽ തൊട്ടടുത്ത് ഇരുന്ന് പഠിച്ച സുഹൃത്താണ് തോമസ് മാത്യു. ആ 5ാം ക്ലാസ് മുതൽ തന്നെ ഞങ്ങൾ എല്ലാ കലാപരിപാടികളും വന്ന് എൻ്റെ ഓർമ്മയാണെങ്കിൽ ഞങ്ങൾ 5ാം ക്ലാസ് തൊട്ടേ നാടകം ഞങ്ങൾ തന്നെ സംവിധാനം ചെയ്ത് കളിച്ചിരുന്നു. ഒരു ഹിന്ദി പാഠം ഉണ്ടായിരുന്നു, തോമസ് മാത്യു ഓർമ്മയുണ്ടാവും. ആ ഹിന്ദി പാഠം മലയാളത്തിൽ തർജ്ജമ ചെയ്ത് അവന്റെ സഹോദരിയോട് അവരെ എഴുതി വന്നിരുന്നു. ആ ഹിന്ദി പാഠം തർജ്ജമ ചെയ്ത് ഞങ്ങൾ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു നാടകം കളിച്ചു. അത് ഞങ്ങൾക്ക് പ്രൈസ് കിട്ടുകയുണ്ടായി. അങ്ങനെ സ്കൂളിലെ ഒരുപാട് ഓർമ്മകളാണ് ഇന്ന് പഠിക്കുമ്പോൾ ഈ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. എനിക്കും നമ്മളെല്ലാം അറിയാം, ഞങ്ങളെല്ലാവരും കലാപരമായിട്ട് ഒന്നിച്ചുണ്ടായിരുന്നെങ്കിലും സ്കൂൾ ജീവിതം കഴിഞ്ഞു, കോളേജ് ജീവിതം കഴിഞ്ഞു, ജീവിതത്തിലേക്ക് കടന്നപ്പോൾ നമ്മൾ കുറെ പ്രശ്നങ്ങളോട് പോയി ആ കലയോടുള്ള സ്ഥലത്തിന് ഒരു പരിധി വരെ നടന്നുകൊണ്ടിരുന്നു. തോമസ് മാത്യു പക്ഷേ അതിന്റെ ആ പ്രശ്നങ്ങൾക്കിടയിലും ജീവിത പ്രശ്നങ്ങളിടയിലും അതിനെ പരിപോഷിച്ചു കൊണ്ടുവന്നു. അവർ ഇതിലെത്തി. അതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുന്നു. മുന്നോട്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അവനെ അനുഗ്രഹത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ സഹകാരികൾക്കും നന്ദി അർപ്പിക്കുന്നതിനായി പ്രിയ സ്നേഹിതൻ നമ്മുടെ പ്രിയ കവി തിളങ്ങുന്ന നക്ഷത്രം തോമസ് മാത്യുവിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു. സമാധാനമായി നടക്കണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ ഈ കൊറോണ സമയത്ത് അതിനുള്ള ഒരു സാവകാശം വഴി അതൊക്കെ പല വ്യക്തികളോട് അതിനെപ്പറ്റി ഷെയർ ചെയ്യാൻ ബഹുമാനപ്പെട്ട അദ്ദേഹം ഞങ്ങളുടെ ഈ 89 ആഴ്ച ചെയ്യുന്ന സുഹൃത്തുക്കൾ അങ്ങനെ എല്ലാവരോടും ഇത് ഷെയർ ചെയ്യാൻ എനിക്ക് പ്രോത്സാഹനം തരണം. ഇതൊരു സമാധാനമായി നടക്കുവാൻ ദൈവം അനുവദിച്ചു. എല്ലാ മഹത്വവും എൻ്റെ ദൈവത്തിന് അർപ്പിക്കുന്നു. എല്ലാ പുകഴ്ചയും ആ ജഗദീശ്വരന് സമർപ്പിക്കുന്നു. എന്നെ കർത്തവ്യം ഞാൻ പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നുള്ളതാണ്. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട ദൈവത്തിന് എൻ്റെയും ഞങ്ങളുടെ സമൂഹ കൂട്ടായ്മയുടെയും പേരിലുള്ള ഹൃദയപരമായ നന്ദി ഈ സമയത്ത് സമർപ്പിക്കുന്നു. അടുത്തതായിട്ട് ഞങ്ങളുടെ പ്രചോദനായ സാറാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എന്നെ കുന്നപ്പുറം ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടുപോയി ഒരു കവിതയൊക്കെ പറഞ്ഞ് ചൊല്ലിച്ച ഒരു സാറിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല. ചാക്കാല എന്നായിരുന്നു ആ കവിതയുടെ പേര്. അതന്ന് ഞാൻ അവിടെ പാടിയതെന്ന് ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെ ഒരു സമയം ഞങ്ങളുടെ ഒരു മാതൃക പുരുഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ അധ്യാപകനായിരുന്നു ബഹുമാനപ്പെട്ട അദ്ദേഹം ഞങ്ങൾ കടന്നു വന്നു. ഞങ്ങൾക്ക് അതിൻ്റെ പ്രഭാഷണം നൽകി. എല്ലാവരെയും സാറിന് അർപ്പിക്കുന്നു. രൂപയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദിയെ പ്രകാശിക്കുന്നു. അടുത്തതായിട്ട് ബഹുമാനപ്പെട്ട സജീവ് നന്ദിയാത്ത സാറാണ്. ഞാൻ
അദ്ദേഹത്തെ കാണാനായി പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അദ്ദേഹം ചില സത്യങ്ങൾക്ക് വേണ്ടി വ്യക്തമായി നിലകൊള്ളുന്നതാണ്. അതുപോലെ ഓരോ കോളേജിൻ്റെ സ്ഥാപനമാണ്. അതുപോലെ ചില സമൂഹത്തിൻ്റെ അന്തർധാരകളിൽ സമൂഹവുമായി ഇടപെടുന്ന ഒരു വ്യക്തി എന്നാണ് അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം കടന്നു വരുവാനിടയായി ശ്രീ സതീശ് നന്ദിയാടിസ്ഥാനോട് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദിയെ ഈ സമയത്ത് പ്രകാശിക്കുന്നു. അതുപോലെ ശ്രീ സാബുവാണ് ഞങ്ങളുടെ ചർച്ച ബോർഡിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹം ഈ ബുക്കേറ്റ് വാങ്ങാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. ഏറ്റവും കാര്യമായ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. കാരണം ഈ ബുക്കേറ്റ് ആത്മീയതയാണ്. അങ്ങനെയെങ്കിൽ ഒരു ആത്മീയനായ ഒരാൾ തന്നെ അത് ഏറ്റുവാങ്ങിയിട്ടുള്ളത് വളരെ ചാരിതാർത്ഥ്യപൂർവ്വം നോക്കുന്നു. അദ്ദേഹത്തോടുള്ള നമ്മുടെ ഗ്രൂപ്പിൻ്റെ വ്യക്തിപരമായി ചേർക്കുന്ന നന്ദിയെ ഈ സമയത്ത് പ്രകാശിക്കുന്നു. അതുപോലെ ഇവിടെ കടന്നു നോക്കാം. എല്ലാവരും പ്രത്യേകിച്ച് ആരുടെ പേര് പറയുന്നില്ല, എല്ലാ വ്യക്തികളോടും എല്ലാവരും ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ വ്യക്തിപരമായ പേരിലുള്ള അദ്ദേഹമായ നന്ദിയെ അറിയിക്കാം. അതുപോലെ ഈ ഹോളിൽ കിട്ടുന്ന YMC ഭാരവാഹികളോടുള്ള നന്ദിയെ അറിയിക്കും. അവരോടുള്ള കടപ്പാടും സ്നേഹവും ഈ സമയത്ത് പ്രകാശിപ്പിക്കും. ഞാൻ അതിനെ നിർമ്മിക്കുന്നില്ല. വളരെ സമയം പോയല്ലോ. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം മാത്രമാണ് ഒരു 2 വാചകത്തിൽ പറഞ്ഞു നിർത്താമെന്നാണ്. കാരണം ഈ ബുക്ക് കവിതയുടെ വാക്കാക്കിയതുകൊണ്ടല്ല. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സമൂഹത്തെ ഒരു കൈത്തങ്ങൾക്കെതിരാണ്. സമൂഹത്തിലെ ഏറ്റവും പാവങ്ങൾക്ക് നിർദ്ധനർക്ക് പദ്ധതികൾക്ക് ഒരു കൈത്താങ്ങൽ എന്ന ലളിതമായ ഒരു ലക്ഷ്യം മാത്രമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് ഇവിടെ വഹിക്കുന്ന എല്ലാവരും സംരംഭത്തെ സഹായിക്കുക, സഹകരിക്കുക, എല്ലാവരോടും ഹൃദയപൂർവമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ വാട്സാപ്പ്, ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയപൂർവമായ നന്ദി അറിയിക്കുന്നു. ഈ ബുക്കേറ്റ് പറഞ്ഞ സമൂഹത്തിൽ സഹൃദയനായ എല്ലാ ആൾക്കാർക്കും കേരളീയ സമൂഹത്തിൽ എന്നാൽ ഈ സമൂഹത്തിൽ എല്ലാവർക്കും ഹൃദയപൂർവമായ നന്ദിയെ ഈ സമയത്ത് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനിയും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും എൻ്റെ തൂലികയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതും ഈ ഒരു ദയയ്ക്ക് വേണ്ടിയായിരിക്കും. കാരണം ഞങ്ങളുടെ കൂട്ടായ്മയും തീർത്തും നിർദ്ധനരായ കുടുംബങ്ങളിൽ നിന്നാണ് ഞങ്ങൾ കടന്നു വന്നത്. ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളെ തരണം ചെയ്തു, പല കഷ്ടപ്പാടുകൾ അഭിമുഖീകരിച്ച് പല പല വേദനയിലൂടെ കടന്നുപോയി ഞങ്ങൾ ഇതുവരെ എത്തി. അടുത്ത തലമുറയോട് നിങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ട സന്ദേശം സ്വാർത്ഥതയുടെയല്ല, ദൈവ സന്ദേശമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു, ഒരു ദൈവ സന്ദേശം അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ തക്കവണ്ണം എല്ലാവർക്കും ഇടയാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം സ്വാർത്ഥത ഇന്നല്ലെങ്കിൽ നാളെ മാഞ്ഞു പോകും. നമ്മൾ കേടിതെല്ലാം നമ്മളോട് ഉപേക്ഷിക്കും. എന്നാൽ നമുക്ക് അടുത്ത തലമുറയ്ക്ക് നമുക്ക് തന്നെ ഒരു മൂലധനമായി നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒന്നാണ് ദയ എന്നുള്ള കാര്യം. അങ്ങനെ ഈ ദയയെ നമുക്ക് പരിപോഷിപ്പിക്കാം, ഈ ദയയെ നമുക്ക് വളർത്താം, ഈ ദയയ്ക്ക് വേണ്ടി നമുക്ക് നിലകൊള്ളാം. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ. സർവേശ്വരൻ അതിനുള്ള ബലവും കൃപയും എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയെങ്കിൽ അവരെയും ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ കെ. അബ്ദുൽ സാർ
സാറിന്റെ അതിൽ പങ്കുചേരാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സാർ ആദ്യമായി ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇന്നുകൊണ്ട് സാർ ചൊല്ലി തന്ന ഒരു കവിത. എല്ലാ വരികളും ഞങ്ങൾക്ക് അറിയില്ല, എന്നാലും ഞങ്ങൾക്ക് അറിയാവുന്ന വരികൾ ഞങ്ങൾ ഇപ്പോൾ സാറിന് വേണ്ടി സമർപ്പിക്കുന്നു. സാറോട് പങ്കെടുക്കണം. കനകച്ചിലെന്താകിലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങി കടവീഴി കോടുകൾ സ്വപ്നമയങ്ങി കതിരുതിപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയാടകളിൽ ഒളിയലകൾ ചിന്തി അഴകോരുടലാർന്നോലഞ്ഞനമിന്നി മതിമോഹന ശുഭവർത്തനമാടുന്ന മതിലേ മമ മുന്നിൽ വന്നൊരു മലയാള കവിതേ ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയാവും ഇടകേവൻ ഹൃദയം പുതുകുളങ്ങൾ ചൂടി ചുരുങ്ങേടൂരിയ പൂകൾക്കിടയിലും കൂടി കടകച്ചിലെന്താകിലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങി കടമീഴി കോടുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി കനകച്ചിലെന്താകിലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങി